ഭൂമി, നാം ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രഹം. നമുക്കറിയാവുന്ന മറ്റെല്ലാ ആകാശ വസ്തുക്കളിൽ നിന്നും ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വേറിട്ട് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏറ്റവും കൃത്യമായി ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സുന്ദരമായ ഭൂമിയിൽ വസിക്കുവാൻ കഴിയുന്നത് തന്നെ. ശ്വസനത്തിനാവശ്യമായ ഓക്സിജനും ജീവിക്കുവാനുള്ള അടിസ്ഥാന ഘടകങ്ങളിൽ പ്രാധാന്യമായ ജലവും ഉൾപ്പെടെ എല്ലാം നമ്മുടെ അറിവിൽ ഭൂമിയിൽ മാത്രമാണുള്ളത്. മാത്രമല്ല, രാവും പകലും ഗുരുത്വാകർഷണവും തുടങ്ങി ഇങ്ങനെ കൃത്യമായ പല കാര്യങ്ങളുമുള്ളത് കൊണ്ട് മാത്രമാണ് ജീവനും ജീവിതവും ഇവിടെ യാഥാർത്ഥ്യമായത്. ഇവയിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും. ഭൂമി സ്വയം കറങ്ങുകയും അതോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ദിവസങ്ങളും ഋതുക്കളും മാറി മാറി വരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഭൂമി കറങ്ങുന്നത് നിലച്ചാൽ എന്തു സംഭവിക്കും? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ആ കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ കാര്യങ്ങൾ നോക്കാം. ഈ വസ്തുത മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അറിഞ്ഞിരിക്കണം. ജഡത്വ നിയമം എന്നും അറിയപ്പെടുന്ന ഒന്നാം നിയമം അനുസരിച്ച് ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അത് നിശ്ചലമായി തുടരുവാനും, അല്ലെങ്കിൽ അത് ചലനത്തിലാണെങ്കിൽ അത് ഒരേ വേഗതയിലും ഒരേ ദിശയിലും ചലനത്തിലായിരിക്കുവാനും ഉള്ള ത്വര ഉണ്ടായിരിക്കും. അതിന് വിപരീത ശക്തി പ്രയോഗിക്കുക ചെയ്യുന്നതുവരെ ഈ അവസ്ഥ തുടരുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെ ജഡത്വം എന്നറിയപ്പെടുന്നു. ഭൂമിക്കും സൂര്യനും നമ്മുടെ മുഴുവൻ സൗരയൂഥത്തിനും ബാഹ്യശക്തികളൊന്നും അനുഭവപ്പെടുന്നില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ എല്ലാ ഗ്രഹങ്ങളും ജഡത്വം കാരണം അവയുടെ ആരംഭം മുതൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഭൂരിഭാഗവും വാസയോഗ്യമല്ലാതാകും. ഭൂമി മണിക്കൂറിൽ 1700 കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങുന്നത്. നമ്മുടെ ഗ്രഹത്തിൻ്റെ പെട്ടെന്നുള്ള നിശ്ചലമാകൽ ഉറച്ചു നിൽക്കാത്ത എല്ലാത്തിനെയും വളരെയധികം മുന്നോട്ട് തെറിപ്പിക്കും. മുമ്പ് വിശദീകരിച്ചതുപോലെ ചലനത്തിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണം. ഭൂമിയുടെ കറക്കം നിർത്തിയിട്ടും അന്തരീക്ഷം മണിക്കൂറിൽ 1700 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നതിനാൽ ഭൂമിയിലെ കൂറ്റൻ പാറകൾ, വാഹനങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ എല്ലാത്തിനെയും തൂത്തുവാരിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ സ്തംഭനം മൂലമുണ്ടാകുന്ന പരിസ്ഥിതിയിലെ സമൂലമായ മാറ്റങ്ങൾ ജീവിതത്തെ വിനാശകരമായി ബാധിക്കും. പല സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അങ്ങേയറ്റത്തെ അവസ്ഥയെ അതിജീവിക്കാൻ കഴിയില്ല. ഇത് കൂട്ട വംശനാശത്തിലേക്ക് നയിക്കുന്നു. എന്നിരുന്നാലും ആഴത്തിലുള്ള സമുദ്രങ്ങളിലോ ഭൂഗർഭത്തിലോ ധ്രുവത്തിനടുത്തോ ജീവിക്കുന്ന പോലുള്ള പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ചില ജീവികൾക്ക് കഴിഞ്ഞേക്കും. ഷെൽട്ടറുകൾ നിർമ്മിക്കുക, കുടിയേറുക, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെ കോളനിവൽക്കരിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരും ശ്രമിച്ചേക്കാം. ഇതുമൂലം ഭൂമിയിലെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാകും. അതോടൊപ്പം നമ്മുടെ ദിനരാത്രങ്ങൾ നിർവചിക്കുന്ന 24 മണിക്കൂർ സിസ്റ്റം മാറ്റപ്പെടും. ഇപ്പോൾ 24 മണിക്കൂറിന് തുല്യമായ ഒരു ദിവസം എന്നത് ഒരു പക്ഷേ 6 മാസമായി മാറും. അങ്ങനെ 6 മാസം പകലും 6 മാസം രാത്രിയും ഉണ്ടാകും. പകൽ സമയത്ത് ഭൂമിയെ അഭിമുഖീകരിക്കുന്ന സൂര്യൻ്റെ വശം കഠിനമായ വേനൽ അനുഭവപ്പെടും. അതേസമയം സൂര്യനിൽ നിന്നും അകന്നിരിക്കുന്ന വശം ശക്തമായ ശൈത്യകാലത്തെ അഭിമുഖീകരിക്കും. കാലങ്ങളോളം ആഞ്ഞടിക്കുന്ന ഭീകരമായ കൊടുങ്കാറ്റുകൾക്കും ഇത് കാരണമാവും. അവസാനമായി ഇതൊരു സാങ്കല്പിക സാഹചര്യം മാത്രമായിരുന്നു. ഇത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, കുറഞ്ഞത് കുറച്ച് ബില്യൺ വർഷങ്ങളെങ്കിലും. അതിനാൽ നിങ്ങൾ ആശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.